ഹലോ ഗൈസ്, മനുരാഗത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ കാർത്തികയോട് കിരൺ പറയുകയാണ് കേട്ടോ, പ്ലോട്ട് എടുത്താൽ അവരുടെ വീണ്ടും അടുത്ത് നടക്കാവുന്ന ദൂരത്തിലേ ഉള്ളൂ, കാശൊക്കെ അഡ്വാൻസ് തന്നുകൊണ്ട് പരിപാടിയൊക്കെ എത്രയും പെട്ടെന്ന് തുടങ്ങാമെന്ന് പറയുമ്പോൾ കാർത്തിക പറയുന്നുണ്ട്, നിങ്ങളെപ്പോലെ വിശ്വസ്തരായ ആൾക്കാരെ ഇപ്പോൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് കാർത്തികയോട് നമ്മുടെ കിരൺ പറയുന്നുണ്ട്, ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് കുറച്ച് നല്ല വീടുകളുണ്ട് വാടകയ്ക്ക്, വേണമെങ്കിൽ അങ്ങോട്ട് മൂവ് ചെയ്യാമെന്ന് പറയുമ്പോൾ കാർത്തിക ഇങ്ങനെ ചിന്തിക്കുക, പ്രകാശനും മോനും ഒക്കെ ഉള്ളപ്പം ഇപ്പം മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവുകയില്ല എന്ന് ചോദിച്ചിട്ട് പറഞ്ഞു, അതിപ്പോൾ എന്തായാലും വേണ്ട, വീട് വെച്ചിട്ട് ഇനി പുതിയ വീട്ടിലോട്ട് തന്നെ താമസിക്കാം, എന്നിട്ട് രാവിലെ നമുക്ക് ഒരുമിച്ച് നടക്കാനൊക്കെ പോകാമല്ലോ എന്ന് പറയുമ്പോൾ കല്യാണി പറയാം, നടക്കാൻ മാത്രമല്ല ഫുഡ് കഴിക്കാനും വരണം എന്നൊക്കെ പറയും അതിനെന്താ, അത് ഞാൻ ഉറപ്പായിട്ടും പറയും, ഉറപ്പായിട്ടും പറഞ്ഞിട്ട് വരുകയും ചെയ്യും എന്ന് പറയും കേട്ടോ. അത് കഴിയുമ്പോൾ പറയുവാണ്, ഞങ്ങളൊന്ന് ഇറങ്ങിക്കോട്ടെ എന്നൊക്കെ ചോദിച്ച് കിരണും കല്യാണി അവിടെ നിന്ന് ഇറങ്ങുവാണ്. എന്നിട്ട് ഇറങ്ങാൻ നേരത്ത് കാർത്തിക ഇങ്ങനെ ചിന്തിക്കുക, ഫ്രണ്ടിൽ ഇരിക്കുന്ന പ്രകാശനെങ്ങാനും ഇവർ കാണുമോ, കാണട്ടെ, എന്തായാലും കുറേ നാൾ മറച്ചു വെട്ടിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണ്. ആ സമയത്ത് പ്രകാശം വെളിയിലൊരു കസേരയൊക്കെ ഇട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലൊരു സ്റ്റാഫ് വരുമ്പോൾ എടി ഒരു ചായ എടുത്തിട്ട് വാ എന്നൊക്കെ പറയുവാണ്. അപ്പോൾ സ്റ്റാഫ് ചോദിക്കുന്നുണ്ട്, കട്ടൻ ചായ മതിയെന്ന് ചോദിക്കുമ്പോൾ, എന്താ പാൽ ചായ പറ്റത്തില്ലേ, നിന്നെ കൊണ്ട് സാറേന്ന് വിളിപ്പിക്കാൻ പറ്റുന്ന ആളാണ് ഞാൻ, പോയി എടുത്തിട്ട് വാടിയെന്ന് പറയും കേട്ടോ. ആ സമയത്ത് കിരണും കല്യാണി അതിൽ ഇറങ്ങി വരുന്നുണ്ട്. പക്ഷേ അവരെ പ്രകാശം കാണുന്നില്ല കേട്ടോ. അവർ വണ്ടിയുടെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ അങ്ങ് നേരെ പോവുകയാണ്. പ്രകാശൻ അവിടെ ഇരുന്ന് പത്രവും വായിച്ചുകൊണ്ടിരിക്കുക. പിന്നെ കാണിക്കുന്ന സരയുവിൻ്റെ ബർത്ത്ഡേ ആണ്, സെലിബ്രേഷനൊക്കെയാണ് കേട്ടോ. അപ്പം കേക്കൊക്കെ കൊണ്ടുവയ്ക്കാൻ നേരത്ത് ശാരി ഇങ്ങനെ ഓർക്കുക, കഴിഞ്ഞ വർഷം വരെ ഞാൻ എന്തോരം സന്തോഷത്തോടെയാണ് എൻ്റെ മോളുടെ ബർത്ത്ഡേ ആഘോഷിച്ച്, ഇത് കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നതും മേടിച്ചതും ഒക്കെ ഇങ്ങനെ ഓർത്തിങ്ങനെ കൂടെ വിഷമിച്ച് നിൽക്കുവാണ് കേട്ടോ. എന്നിട്ട് വളരെ ദേഷ്യപ്പെട്ട് രാഹുലിനെ നോക്കുന്നുമുണ്ട്. അങ്ങനെ ഇവരിയ്ക്കുന്ന സമയത്താണ് നമ്മുടെ താരയും കല്യാണിയും കൂടെ കയറി വരുന്നത്. താര മോക്ക് വേണ്ടിയിട്ട് ഒരു മാലയൊക്കെ മേടിച്ചുകൊണ്ടാണ് വരുന്നത് കേട്ടോ, ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. താരയെ കാണുന്നത് കേക്ക് കട്ടിയാൻ തുടങ്ങുന്ന സരുവിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുവാണ് കേട്ടോ. ചോദിക്കണം, നിങ്ങളെന്തിനാണ് ഇവിടെ വന്നേ, നിങ്ങളുടെ മോളാണ് നാട് മുഴുവൻ പറഞ്ഞുകൊണ്ട് നടക്കുന്നതും പോരാ, ഇനി ഇവിടെ വന്നതും കൂടെ എൻ്റെ ഒരു നല്ല ദിവസം കളയാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുവാണ് കേട്ടോ. എന്നിട്ട് കല്യാണിയോടും പറയുന്നുണ്ട്, നിനക്ക് എന്തിൻ്റെ സൂക്കേടാ, ഞാൻ എൻ്റെ മനുവേട്ടൻ്റെ കൂടെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും പോകത്തേ ഉള്ളൂ, നിൻ്റെയൊക്കെ മോന്ത കാണുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് വിളിച്ചു പറയാം കേട്ടോ. അതിന് പറഞ്ഞു, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോക്കോണം, അമ്മ എന്താ ഒന്നും പറയാത്തതെന്ന് ചോദിച്ചാൽ ശാരിയോടും സരി ദേഷ്യപ്പെടുവാണ് കേട്ടോ. ആ സമയത്ത് ശാരി പറയുന്നുണ്ട്, കണ്ണുകൊണ്ടിങ്ങനെ നമ്മുടെ കല്യാണീനെ കാണിക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് പോകുന്നുള്ള രീതിയിൽ. അവരൊന്നും മിണ്ടുന്നില്ല. അവരെന്നിട്ട് അവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ട് തുടങ്ങുവാണ് കേട്ടോ. കാരണം കിരൺ വാക്ക് കൊടുത്താണല്ലോ ശാരിക്ക്, ഉറപ്പായിട്ട് ഇവരായിട്ട് പറയില്ല എന്ന്. അത് കഴിയുമ്പോഴത്തേക്ക് ഇറങ്ങാൻ നേരത്ത് വീണ്ടും കല്യാണിയോട് പറയുന്നുണ്ട്, നിൻ്റെയൊക്കെ മോന്ത ഇനി ഒത്തിരി നാൾ കാണണ്ട, ഞാൻ എന്തായാലും പോകും എന്ന് പറഞ്ഞ് ഓരോന്ന് വെല്ലുവിളിക്കുമ്പോൾ ദേഷ്യം വന്നൊരു കല്യാണി പറയാണ്, നിൻ്റെ ജീവിതത്തിൻ്റെ പോക്ക് എങ്ങടാന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം, കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല, പറഞ്ഞാൽ നീ ഇനി ഇവിടെ നിന്ന് കരയുന്നതും കൂടി ഞാൻ കാണേണ്ട വരും എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് കല്യാണി ഇറങ്ങുവാണ് കേട്ടോ. ഇത് കേൾക്കുമ്പം പേടിച്ച് വിറച്ച മനോഹറും രാഹുലും ഒക്കെ അവിടെ നിൽക്കുന്നത്, ശാരിയും എല്ലാവർക്കും മൊത്തത്തിൽ കല്യാണീനെ എന്തെങ്കിലും വിളിച്ച് പറഞ്ഞാലോ എന്ന് നല്ല ടെൻഷനുണ്ട്. കഴിഞ്ഞ് അവരവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് കിരണിൻ്റെ വീട്ടിൽ താരയും കൊണ്ട് വരുന്ന കല്യാണിയോട് നമ്മുടെ കിരൺ ചോദിക്കുവാണ്, എന്ത് പറ്റി അവിടെ പോയിട്ട് എന്നെ പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുവാണ്, ഒന്നും പറയണ്ട, അവിടെ ആകെ പ്രശ്നമായിരുന്നു, ഞാൻ പറഞ്ഞ ആൻറ്റീനോട്, പക്ഷേ ആൻറ്റി കേൾക്കണ്ടേന്ന് പറയുമ്പോൾ കിരൺ പറയുന്നുണ്ട്, സാരമില്ല, ആൻറ്റി മേടിച്ച മാലയാണെങ്കിൽ എന്തായാലും അവളെയും കൊണ്ട് ഇടിയിപ്പിക്കാം, ആൻറ്റി വിഷമിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുവാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, പക്ഷേ ഇങ്ങനൊരു മോളെ വേണമെന്നും പറഞ്ഞ് വാശി പിടിക്കാതിരിക്കുന്നതാണ് നല്ലത്, അത്രയ്ക്ക് വൃത്തിയുടെ സ്വഭാവം അവളുടെ, എനിക്ക് അറിയാൻ പാടില്ല എന്നിട്ടാന്നൊക്കെ പറയുവാണ്. അതൊക്കെ കേട്ടുകൊണ്ട് നിന്ന് താര കരയുന്നല്ലാതെ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. എന്നിട്ട് കല്യാണി പറയും, സാരമില്ല, നമുക്ക് എന്തെങ്കിലും ചെയ്യാം, വിഷമിക്കേണ്ട എന്നൊക്കെ പറയുവാണ് കേട്ടോ. കിരൺ പറയുന്നുണ്ട്, അത് നേരെ വിഷമിക്കേണ്ട, എന്തെങ്കിലും ചെയ്യാണ്ട് പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കിരൺ അങ്ങോട്ട് കയറി പോവാണ് കേട്ടോ. പിന്നെ ബാക്കി കാണിക്കുന്ന അവിടെ സെലിബ്രേഷൻ നടക്കുവാണ്. എന്നിട്ട് കേക്കെല്ലാം കട്ട് ചെയ്യുവാണ് കേട്ടോ. കേക്കെല്ലാം കട്ട് ചെയ്ത് സരയു എല്ലാവർക്കും കൊടുക്കുവാണ്. കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് ശാരി കരയുവാണ് കേട്ടോ. ശാരി കരയുന്ന കാണുമ്പോഴത്തേക്കും നമ്മൾ മനോഹർ പറയുന്നുണ്ട്, അമ്മയ്ക്ക് എന്തോ ഭയങ്കര വിഷമമുണ്ട്, എന്താണെന്നറിയത്തില്ല, ഇടയ്ക്ക് മാറി നിന്ന് കരയുന്ന ഒറ്റയ്ക്ക് നിന്ന് ചിന്തിക്കുന്നതൊക്കെ കാണാമെന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ശാരി പറയാണ്, അങ്ങനെയൊന്നുമില്ല മോളെ, അമ്മ ഹാപ്പിയാണ്, മോൾ എത്രയും പെട്ടെന്ന് മനുമോൻ്റെ കൂടെ ഇവിടുന്ന് പോകണമെന്ന് മാത്രമേ ഉള്ളൂ അമ്മയ്ക്കെന്ന് പറയുമ്പം നമ്മുടെ രാഹുൽ മനസ്സിൽ പറയാം, അവൻ കൊണ്ടുപോകും, അമേരിക്കയ്ക്കല്ല ഉഗാണ്ടയ്ക്കായിരിക്കും അവൻ കൊണ്ടുപോകുന്നതെന്ന് ഇങ്ങനെ പറയുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് രാഹുലിനെ നോക്കിയിട്ട് ശാരി പറയുകയാണ്, പിന്നെ അമ്മയ്ക്ക് ആ കൂടെ ഉള്ളൊരു വിഷമം മോളുടെ അച്ഛന് വട്ടാണല്ലോ, ആ കാര്യം ഓർത്തിട്ടേ ഉള്ളൂ. അപ്പം നമ്മുടെ മനോഹറും പറയാം, അത് നേരാ, വട്ടായിട്ടിരിക്കുന്നൊരു ഭർത്താവുള്ള ഭാര്യയ്ക്ക് ഉറപ്പായിട്ട് സന്തോഷിക്കാൻ പറ്റത്തില്ലോ എന്ന് പറഞ്ഞാൽ അത്രയും കാണിച്ചുകൊണ്ട് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.